പക്ഷെ ഇവിടുത്തെ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയൊക്കെ എപ്പോഴും പറയും കേരളത്തിൽ എല്ലാ സൗകര്യങ്ങളും പൊതുമേഖലയിലുണ്ടെന്ന്. അതൊരു കാപട്യമാണ്. അത് അവർക്കറിയാവുന്നതുകൊണ്ടാണ്, ഒരുപക്ഷെ അതും കൂടെ കൊണ്ടാണ് മന്ത്രിമാരൊക്കെ വിദേശത്ത് പോയി ചികിത്സിക്കുന്നത്. ഞാനൊരു 2-3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞ 4 ചോദ്യം. എനിക്കിതുവരെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. കേരളത്തിലെ ചികിത്സകൾ എല്ലാം ഭദ്രമാണെങ്കിൽ, കേരളത്തിലെ സംസ്ഥാന തലത്തിലുള്ള ആരോഗ്യവകുപ്പിലെ സ്ഥാപനങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ, എനിക്ക് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ചോദ്യം, മുഖ്യമന്ത്രി എന്നാണ് അവസാനമായി കേരളത്തിലൊരു സർക്കാർ ആശുപത്രിയിൽ പോയത്? അതിൻ്റെ തീയതി എന്ന് അറിഞ്ഞാൽ മതി. ഇനി മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു, അദ്ദേഹത്തിന് തീരുമാനമാണ്. വേണോ വേണ്ടോ അദ്ദേഹം തീരുമാനിക്കാം. ജനങ്ങളുടെ ടാക്സിൻ്റെ പണം ഉപയോഗിക്കുന്നതുകൊണ്ട് അത് അദ്ദേഹത്തിന് തീരുമാനമാണ്. പക്ഷെ നമുക്ക് എതിർപ്പില്ല, നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. പക്ഷെ മുഖ്യമന്ത്രി ഒരു കാര്യം എന്നോട് പറയണം, മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ കിട്ടുന്ന ചികിത്സ, ആ ചികിത്സ കേരളത്തിൽ ലഭ്യമല്ലെന്ന് ഒരു CPM-കാരനായ ഡോക്ടർക്കുണ്ടെങ്കിലും ഒന്ന് പറയിക്കാമോ? മൂന്നാമത്തത്, ആരോഗ്യമന്ത്രിയും അവർ ചികിത്സ എടുക്കുന്നത് സാധാരണ സ്വകാര്യ ആശുപത്രിയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് നല്ല ആശുപത്രികളുണ്ടെന്ന് ഞാൻ സമ്മതിച്ചും കഴിയും. പക്ഷേ ആരോഗ്യമന്ത്രി ഏറ്റവും അവസാനമായിട്ട് പോയ ഗവൺമെൻറ് ആശുപത്രി ഏതാണ്? തീയതി. എമർജൻസി ഘട്ടത്തിൽ, അടിയന്തര ഘട്ടത്തിൽ, ഇപ്പോൾ തർക്കമൊക്കെ ഉണ്ടായപ്പോൾ അവർ തൊട്ടടുത്ത ആശുപത്രി ഇപ്പോൾ അതല്ല, തീരുമാനിച്ച് ചികിത്സയ്ക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ആവശ്യം വന്ന് ചികിത്സയ്ക്ക് പോയപ്പോൾ അവസാനം പോയ ഗവൺമെൻറ് ആശുപത്രി ഏതാണ്? എൻ്റെ തീയതി. ഇത് കേൾക്കാൻ കേരളത്തിന് താല്പര്യമുണ്ട്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന ആളാണ് അച്യുതാനന്ദൻ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി. അദ്ദേഹത്തോട് എല്ലാവർക്കും ബഹുമാനമാണ്. അദ്ദേഹത്തിന് ഏറ്റവും നല്ല ചികിത്സ കിട്ടണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ മലയാളികൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു പ്രതിഭ ഒരു ദിവസം കൂടുതൽ ജീവിച്ചിരുന്നെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അദ്ദേഹത്തിനെ കിടത്തിയിരുന്നത് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അത് അവരുടെ തീരുമാനം, നമുക്ക് എതിർക്കാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ പറയുന്ന 2 കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ ചികിത്സിച്ചില്ല എന്നുള്ളൊരു സ്വാഭാവികമായ ചോദ്യമാണ്. എനിക്കൊരു പക്ഷേ കാരണങ്ങൾ കൂടി അറിയാം, പക്ഷേ കേരളത്തിൽ ജനത ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അച്യുതാനന്ദനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാതെ തൊട്ടടുത്തുള്ളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സ എന്നുള്ള അതും അറിയാനൊരു താല്പര്യമുണ്ട്.